അപ്പോൾ ഞാൻ ഒരു പുതിയൊരു മാലയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ മാല ഏതെന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. മാല താണ്ടി ഈ കഴുത്തി കിടക്കുന്ന മാലയാണ്. ഇത് നമ്മൾക്ക് സാധാരണ കിട്ടുന്ന റെഡിമെയ്ഡ് ഗുങ്കുരു അല്ല. ഇതാണല്ലോ റെഡിമെയ്ഡ് ഗുങ്കുരുവൊക്കെ. പക്ഷേ ഇത് ഞാൻ ഫുൾ വർക്ക് ചെയ്ത് എടുത്തതാണ് ഈ മാല. പക്ഷേ റെഡിമെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് 2 കളറാണ് എപ്പോഴും ചേരുന്നത്. ഒന്ന് മെറൂണും ഒന്ന് പേൾ ഗുങ്കുരു. ഇത് 2 കളറ് മാത്രമേ ഈ ഒരു മാലയ്ക്ക് നല്ല ഭംഗി കിട്ടത്തുള്ളൂ. മറ്റൊന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഗുങ്കുരു ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഗുങ്കുരു ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്, പഠിപ്പിച്ചത് കൊണ്ടും മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ ചെയ്തെടുത്താണ്. ഇത് 3 ദിവസത്തെ വർക്കാണ്. 360 ക്രിസ്റ്റൽ വേണ്ടി വന്ന് എൻ്റെ ഈ ഗുങ്കുരു തയ്യാറാക്കാനായിട്ട്. പിന്നെ കമ്മലിന് സെപ്പറേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്തോരം ഇരുന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മാലയായതെന്ന്. പക്ഷേ ഈ മാല ഭയങ്കര രസമാണ്. പക്ഷേ ചുരിദാറിനൊന്നല്ല കേട്ടോ, അത് കൊള്ളാമെന്ന്. ഇതൊക്കെ സാരി എടുത്ത് പോകുമ്പോഴാണ് നല്ല ഭംഗി തോന്നുന്നത്. സാരിക്ക് നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും. ഈ ഓണമൊക്കെ വരുമല്ലോ, ഓണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പേള് വെച്ച് ഇതാണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ, ഈ പേള് വെച്ചൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേള് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സ്റ്റോൺ പേളാണ്, പകരം സ്റ്റോണിലാണ് ഇത് ചെയ്യാറുള്ളത്. ഇത് ചെയ്തേക്കുന്ന സ്റ്റോണിലുമാണ്. കണ്ട ഈ തിളക്കം വരുന്നത് ആ ഒരു സ്റ്റോൺ ആയതുകൊണ്ടാണ്. നല്ല ഷൈനിങ് സ്റ്റോണാണ്. നമുക്കിവിടെ സാധാരണയൊക്കെ കിട്ടുന്ന ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റോണാണ്. അതിന് തിളക്കം കാണത്തില്ല, ഒരുമാതിരി മങ്ങിയിരിക്കും. നമ്മൾ രാത്രിയിലൊക്കെ ഫംഗ്ഷന് അങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ ഈ വെട്ടം അടിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങും. പക്ഷെ അത് ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ മങ്ങി ചത്ത പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് കഴിവതും അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് കണ്ട, ഇത് 2 ഹോളാണ്. ഇവിടെ എങ്ങും കിട്ടത്തില്ല ഈ ഒരു 2 ഹോൾ. ഇത്രയും ഷൈനിങ് ഉള്ളത്, ഇത്രയും ക്വാളിറ്റി ഉള്ളതുമാണ് ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. പക്ഷേ ഇതിന് വിലയുണ്ട്. നല്ല സാധനങ്ങൾക്ക് വിലയുണ്ട്. നമ്മൾ വില കൊടുത്ത് തന്നെ വാങ്ങുന്നത്. എനിക്ക് വില കൊടുത്ത് വാങ്ങുന്നതിലാണ് ഇഷ്ടം. കാരണം നല്ല സാധനം വാങ്ങുക, അതാണ് ഞാൻ എൻ്റെ ജ്വല്ലറിയിൽ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടണമെന്ന് അങ്ങനെ ഞാൻ കൊണ്ടുവരികയില്ല. എൻ്റെ കസ്റ്റമറെല്ലാം നല്ല കസ്റ്റമറാണ്, ഇന്ന് നിലനിൽക്കുന്ന കസ്റ്റമർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് നല്ല നല്ല സാധനങ്ങൾ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 ഹോളാണ്, 4 വശത്തുള്ള ഹോള്. അപ്പം 4 വശവും നമുക്ക് ഉപയോഗമുണ്ട് ഈ ഒരു 4 ഹോളിന്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് മുഖവരയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നുള്ളൂ. ഇപ്പോൾ ഗുങ്കുരു ഉണ്ടാക്കാൻ പഠിച്ചത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? പണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ 1000 രൂപ കൊടുത്ത് പഠിച്ചെങ്കിൽ അതെനിക്ക് മുതലാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. വാങ്ങിക്കാൻ കിട്ടിയാൽ തന്നെ അവർ ഗ്രാമിന് നല്ല വില ഈടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് കൊണ്ട് ഒതുക്കും. അപ്പോൾ ഇന്നത്തെ മാല നമ്മൾ ഇതാണല്ലോ ചെയ്യാൻ പോകുന്നത്. ഫുൾ വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുൾ വർക്ക് ചെയ്ത് അണിഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. കമ്മൽ കണ്ടോ, അടിപൊളിയല്ലേ കമ്മൽ? നോക്കൂ, ഇതൊക്കെ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കിതൊന്നും സത്യം പറഞ്ഞാൽ ഇത്രയും വലിയതൊന്നും ഇടുന്നതിനോട് താല്പര്യമില്ല. സാരി ഉടുക്കുമ്പോഴൊക്കെ താല്പര്യമാണ്. സിമ്പിളായിട്ടാണ് ഞാൻ സാധാരണ നടക്കാറുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം ബൊമ്മകൾ കുറവാണ്, അതുകൊണ്ടാണ് ഒരു ബൊമ്മയിലിട്ടേക്കാണ്. എന്നെ കൂടെ കുട്ടിക്ക് ഒരു ബൊമ്മ. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ചോക്കറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചോക്കർ എന്ന് പറയുമ്പോൾ ഇതൊരു വെറൈറ്റി ചോക്കർ മാലയാണ്. കണ്ടോ, ഇത് ഇന്ന് വരെ ഒരു മനുഷ്യരും ചെയ്തിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. കുറേ നാളുകൊണ്ട് വെല്ലുവിളിയാണ് ഇവിടെ നടത്തുന്നത് കേട്ടോ. വെല്ലുവിളിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്തെന്നെ വെല്ലുവിളിക്കണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോക്കർ ഇതൊക്കെ ഇട്ട് പോകുമ്പോഴല്ലോ നല്ല രസമാണ്. കാരണം ഒരു വെറൈറ്റിയാണ്. ഇന്ന് വരെ ആരും ചെയ്യാത്ത സംഭവങ്ങൾ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് കൂടുതൽ മാറ്റമുണ്ടാവും. അതായത് കൂടുതൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും കേട്ടോ. ഒരുപാട് പേര് ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, ആവശ്യത്തിന് പേരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് എന്താണെന്നറിയാം, നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം. ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്യൂസ് സ്റ്റാറാണ്. ഞാൻ കടയൊക്കെ നിർത്തിയിട്ട് 5-6 വർഷമായി. അന്നത്തെ വിലയൊന്നുമല്ല ഇന്ന്. സാധനങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായത്. എല്ലാത്തിനും നല്ല വിലയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണും അടച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അടുത്തത് വന്നിട്ട് ഞാൻ ഇന്നൊരു ചുമന്ന ഗുങ്കുരുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വരുന്ന 3mm ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. ഗുങ്കുരു ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് 6mm വേണ്ടി വരും. അതെന്തിനാണെന്നറിയാം, നമുക്ക് താണ്ട് ഈ സൈഡൊക്കെ കൊടുത്തു പോകാൻ വേണ്ടി, സൈഡ് കൊടുക്കാൻ വേണ്ടി. ഇത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ ലാസ്റ്റ്.
എനിക്ക് ചേരുവൊന്നുമില്ല, നിങ്ങളൊക്കെ ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ എടുക്കുന്നത് ഇതിനകത്തൊരു മിഡിൽ പ്ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ 2 ഹോളിനെ ഇടുന്നത്. അത് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഒരു മിഡിൽ പ്ലേറ്റ് 2 ഹോളാണ്, അതുകൊണ്ട് നമുക്ക് മിഡിൽ പ്ലേറ്റ് 2 ഹോളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അടുത്ത ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് 4 ഹോളാണ്. ഇതാണ് നമ്മുടെ മെയിൻ താരം. പിന്നെ സ്പ്രിങ് വേണം, കട്ടിങ്സ് കിട്ടും, അതല്ലെങ്കിൽ സ്പ്രിങ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യം നൂല്, സൂചി, പശ വേണം, പശ, നൂല്, സൂചി. പിന്നെ ഇങ്ങോട്ട് ഞാൻ ബാക്കിലോട്ട് കൊടുത്തേക്കുന്നത് ഗിയർ വയറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗിയർ വയറും വേണം, ഗിയർ ലോക്കും വേണം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നൈലോൺ ത്രെഡിലും ചെയ്യാം. എൻ്റെ ഇവിടുത്തെ നൈലോൺ ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കടകളിൽ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഈ നൈലോൺ ത്രെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഓർണമെൻറ്റ്സിൻ്റെ നൂലാണ് എടുത്തു തരുന്നത്. അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ 3mm ക്രിസ്റ്റൽ. വളരെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഇനിയും മറ്റ് പലതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാലയുടെ കഥയും കൂടി ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇത് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ്, അവിടെ പേര് ചിത്തിര എന്നാണ് കേട്ടോ. ചിത്തിര പറഞ്ഞ ആൻറ്റി ഞാനിത് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പഠിപ്പിച്ചതേ ഇല്ല, ഞാൻ സത്യം പറഞ്ഞത് പഠിപ്പിച്ചില്ല. എന്നാലും ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ ഇതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ വീട്ടിൽ പോയിട്ട് വന്ന് ഇരുന്നുണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. എനിക്ക് നന്നായിട്ട് അവൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ചിത്രയ്ക്ക് ഒരു താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇനി വെച്ച് താമസിക്കേണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് പോകാമേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുങ്കുരു ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഈ മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫുള്ളാണ് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ പിന്നെ ഒരിക്കലും ബാക്കിലോട്ട് ഈ ക്രിസ്റ്റൽ ഈ ഒരു സെഷൻ വിടരുത്. കാരണം ഞാൻ കുറച്ചിപ്പോൾ ഒരു നെക്ലസ് മോഡലിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് 30 പീസുണ്ട്. ഇതിനകത്ത് 30 4 ഹോളിലാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. 360 ഗുങ്കുരു വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോഴേ കഴിവതും നമ്മൾ ഇവിടം വരെ നമ്മുടെ ഇതിനകത്ത് ഞാൻ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇതുപോലത്തെ ക്രിസ്റ്റൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കിലോട്ട്. കാരണം ഇത് മുടി കുരുങ്ങും. അതുകൊണ്ട് മുടി കുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി നമ്മുടെ മാല. ഈ സെറ്റ് മുണ്ടൊക്കെ അല്ലെങ്കിൽ കസവ് സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഇവിടം വരെ കിടന്നാൽ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഉടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അന്ന് എനിക്ക് ബ്ലാക്ക് അല്ലായിരുന്നു, മെറൂണായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അത് വരവ് ഗുങ്കുരുവായിരുന്നു ഇട്ടിരുന്നത്. ഉണ്ടാക്കിയ ഗുങ്കുരുവായിരുന്നെങ്കിൽ അതിനേക്കാളും ഭംഗിയായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒട്ടും താമസിക്കുന്നില്ല. മറക്കണ്ട 3mm ക്രിസ്റ്റലാണ് കേട്ടോ. ഇതിരുന്ന ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തിടുക. നമ്മൾ എത്ര പീസാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് അത്രയും ഗുങ്കുരു ഇടുക. അതായത് ഒരു 4 ഹോളിൽ വന്നിട്ട് 2 സൈഡൂടെ കെട്ടുമ്പോൾ 3 3 6 6 6 12 എണ്ണം വേണം ഒരു 4 ഹോളിൽ. അപ്പോൾ അത് കണക്കാക്കി വേണം നിങ്ങൾ ആദ്യം ഗുങ്കുരു ഇതുപോലെ എടുത്തിട്ട് കെട്ടിയിടണം. ഇതുപോലെ കട്ട് ചെയ്തിടുക. അടുത്തത് ഇതുപോലത്തെ ചെറിയ ഗുങ്കുരു. ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഗുങ്കുരുവിൻ്റെ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 2mm ആണ്. എന്തുമാത്രം കഷ്ടപ്പെട്ടായിരുന്നു ഞാനത് ഉണ്ടാക്കിയെന്നറിയാം. എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇതൊരു മാല തയ്യാറാക്കണം എന്നുള്ളത്. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ആ ഒരു സംഭവം ഞാൻ ചെയ്തിരിക്കും. ഇതുണ്ട്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് പിടിക്കുന്നത് ടൈറ്റ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ, ലൂസാകരുത്. അതുപോലെ കറക്റ്റായിരിക്കണം നമ്മുടെ ആ ഒരു അളവ്. എപ്പോഴും എത്ര ഗുങ്കുരു എടുത്താലും നമ്മൾ ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ വളയം, ഇത് കറക്റ്റായിരിക്കണം. ഇങ്ങനെ കുറേ അങ്ങ് ഉണ്ടാക്കിയിടുക. അവസാനം നമുക്കിത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന ഒറ്റ ദിവസം കൊണ്ടൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം എനിക്ക് വയ്യാതായിരുന്നു. ഇത് 3 ദിവസം ഞാൻ അടുപ്പിച്ചിരുന്ന് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സുഖമില്ലാതായി. നമ്മുടെ ജോലി എളുപ്പമാക്കാനായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി വയ്ക്കുക. ഇതുപോലെ എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും മാക്സിമം ചെയ്ത് ഇതുപോലെ തന്നെ ആക്കി വയ്ക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി അങ്ങ് തീർക്കാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അല്ല, തീരുമില്ല കേട്ടോ. എങ്കിലും എളുപ്പപ്പണിയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അത്രയും ഇങ്ങനെ ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഗുങ്കുരു ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി പെട്ടെന്നായിരിക്കും. ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കും. അതിന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ ജ്വല്ലറിക്കും അതിൻ്റേതായ ഒരു മൂല്യം ഉണ്ടായിരിക്കും. ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും.
പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ, നമ്മൾ അതിൻ്റേതായ വിലയും വാങ്ങിച്ചിരിക്കണം. വില കേൾക്കുമ്പോൾ പുറമോട്ട് മാറുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ കാണും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ആവശ്യക്കാരായിരിക്കും, പക്ഷെ അവർക്ക് പൈസ തരാൻ വലിയ മടിയായിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഇതിനൊരു അവകാശി കാണും, അത് എപ്പോഴെങ്കിലും നമ്മളെ തേടി വരും. ഞാനങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഇന്നാരെ കണ്ടോ അങ്ങനൊന്നുമല്ല. അതിനൊരു അവകാശമുണ്ട്. ആ അവകാശം വരുന്ന സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചോളൂ. അതൊരു വെയിറ്റ് ചെയ്യണം. നമ്മളിത് ഉണ്ടാക്കി പെരക്കകത്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. എപ്പോഴും ഞാനിവിടെ പഠിക്കാൻ വന്ന എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ ദയവ് ചെയ്ത് ഇട്ടുകൊണ്ട് മാക്സിമം ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ പറയും ചേരുമില്ല ചേച്ചി എന്ന് പറയും. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, കാണുന്നവരാണ് തീരുമാനിക്കുന്നത് അത് ചേരുമോ ഇല്ലെന്നുള്ളത്. പലർക്കും പല കണ്ണുകളല്ലേ, പലർക്കും ഇഷ്ടപ്പെടും, പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊക്കെ എൻ്റെ ജ്വല്ലറികളൊക്കെ ഞാൻ സ്വർണ്ണമൊന്നും അല്ല ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഞാൻ ഇതുപോലത്തെയൊക്കെ സംഭവങ്ങളാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. എത്ര പേര് ചോദിക്കുന്നറിയാം. ഒരു ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ജ്വല്ലറിയുടെ ഒരു ഷോപ്പിലാണ് ഞാൻ ചെന്നത്. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ത്രെഡ് വർക്ക് മാല, അതിൻ്റെ ഒരു ലോക്കറ്റ് കണ്ടിട്ട് അതിൻ്റെ ഓണർ എൻ്റെ കഴുത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം എൻ്റെ കൂടെ വന്ന കുട്ടി വെച്ച് എന്താ ഇങ്ങനെ നോക്കുന്നത് വെച്ചാൽ പറഞ്ഞാൽ അവരുടെ കഴുത്തിലെ മാല കണ്ടിട്ട് ഞാൻ നോക്കി നിന്ന് പോയതാണ്. അതൊക്കെയല്ലേ നമ്മുടെ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കടയിൽ ഇത്രയും ജ്വല്ലറി ഇരിക്കുന്നു, അതിനൊന്നും അവർക്ക് നോക്കണ്ട, എൻ്റെ കഴുത്തിലോട്ട് അവർ നോക്കും. അത് കൊള്ളായിരുന്നു, എന്തായാലും അടിപൊളി. എന്നിട്ട് അവരെനിക്ക് ഓർഡറും തന്നു എനിക്ക് ചെയ്തു തരുമോ എന്നുള്ളത്. അതുപോലെ നമ്മൾ ഇത് വെച്ചേക്കല്ല, നിങ്ങൾ മാക്സിമം ഇടുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്കിടാൻ മടിയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ബന്ധുക്കളൊക്കെ കാണുമല്ലോ, അവരെയൊക്കെ കൊടുത്ത് ഇടുക, ഇടിപ്പിക്കുക. പിന്നെ സ്റ്റാറ്റസ് ഇടുക, ഫേസ്ബുക്കിലിടുക, വാട്സപ്പിലിടുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ തയ്യാറാക്കി നമ്മളിതൊക്കെ നമ്മുടെ ജ്വല്ലറികൾ പ്രദർശിപ്പിക്കുക. നമ്മൾ എത്രമാത്രം ഇതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു എങ്കിൽ മാത്രമേ ഇതൊക്കെ മറ്റുള്ളവരിൽ എത്തത്തുള്ളൂ. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു മനുഷ്യന് ചെയ്യാതിരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പിന്നീട് എത്രയോ പേര് ഇതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ആദ്യം ചിന്തിക്കൂ. നമുക്ക് വേണ്ടിയാണ് നമ്മൾ എന്തും ചെയ്യുക. അല്ലാതെ മറ്റുള്ള ഒരു ബിസിനസ് കണ്ണുകൊണ്ട് ആദ്യമേ ഒന്നും ചെയ്യണ്ട. പക്ഷേ ബിസിനസ് കണ്ണുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ വേറൊരു സംഭവം പറയാം. നമ്മുടെ തന്നെ ഒരു കസ്റ്റമറാണ്, സുമി സുരേഷ് എന്നാണ് പേര്. അങ്കമാലി എന്നാണ് പുള്ളിക്കാരി വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ പുള്ളിക്കാരി ഞാൻ ഫസ്റ്റ് കമ്മൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇത് അവരുടെ ഒരു മേഖലയാക്കി എടുക്കാമെന്ന് തന്നെ അവർ തീരുമാനിച്ചിരുന്നു. പുള്ളിക്കാരി എന്നെ വിളിച്ച് സാധനങ്ങളെല്ലാം ഞാൻ എല്ലാ സംഭവം എടുത്തു കൊടുത്തു. അവർ എന്ത് പ്രതീക്ഷിച്ചാണ് എടുത്തത്? അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഇത് ചെയ്താൽ എനിക്കിത് കച്ചവടം നടക്കും എന്നുള്ളത്. അങ്ങനെ പുള്ളിക്കാരി ചെയ്ത് ആദ്യം മോൾ ഇട്ടുകൊണ്ട് പോയി. ബി.എഡിന് പഠിക്കുന്ന മോളാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതാണേ. അങ്ങനെ ഇട്ടുകൊണ്ട് പോയപ്പോൾ തന്നെ ഏതോ ഒരു കുട്ടി, ആരോ ബി.എഡിനൊക്കെ പഠിക്കുന്നില്ല, കുറച്ച് പക്വതയൊക്കെ കാണുമല്ലോ പിള്ളേർക്ക്, അവരപ്പം തന്നെ അതിൻ്റെ കഴുത്തിൽ നിന്ന് ഊരി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് വിലയൊക്കെ പിന്നീട് പറഞ്ഞാൽ മതി, നീ എത്ര പറഞ്ഞാലും ഞാൻ തരുമെന്ന് പറഞ്ഞു. അത്രയും നല്ല അവർക്കപ്പോൾ അതൊക്കെ പുള്ളിക്കാരിക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടിയില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായി അവർക്ക്. പുള്ളിക്കാർ എന്നെ അപ്പോൾ തന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ബെൻഡൂപ്പുമാലയ്ക്ക് വില പറയണം, എല്ലാത്തിൻ്റെ വില ഞാൻ പറഞ്ഞു കൊടുത്തു. കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ട, ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഈ തുമ്പിലോട്ട് ഇതിനെ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നറിയാം, ഞാൻ പറഞ്ഞുതരാമേ. കണ്ട, ഇങ്ങനെ പിടിക്കുക, ഇതിനെ അങ്ങോട്ട് ചേർത്ത് വെച്ച് കട്ട് ചെയ്യുക. ഞാൻ ഈ 3 ദിവസം ഇതിൻ്റെ പുറകെ ഇരുന്ന് എൻ്റെ ഒരു വലിയൊരു വർക്ക് പെൻഡിങ് ആയി കിടക്കുകയാണ്. ആ വർക്കൊന്നും നിങ്ങളെ കാണിക്കാറായിട്ടില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വർക്ക് എൻ്റെ ഒരു ഡ്രീമാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യരും ചെയ്യാത്തൊരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെളിയിൽ കാണിക്കാൻ പാടില്ല. ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കത്തില്ല. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മനസ്സിനും ഒരു സന്തോഷം കിട്ടും. ഈ അസുഖമൊക്കെ ബാധിച്ച കുറേ പേരുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഒരു ജ്വല്ലറി കണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ഓർഡർ കിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കേ അവർക്ക് ഓർഡർ കിട്ടും. അവർക്കൊക്കെ പൈസയല്ല അവർ നോക്കുന്നത്, അവർക്ക് ആ മനസ്സിൻ്റെ ആ സന്തോഷം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പകുതി ഇതിലേക്കാകുമ്പോഴത്തേക്ക് ആ ശ്രദ്ധ അങ്ങ് മാറുമെന്ന്. മെയിനായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതൽ സെയിൽ കിട്ടുകയും ചെയ്യും. കഴിച്ച ലാഭമോ ബിസിനസ്സോ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്യുന്നവരാണ്. അങ്ങനെ ഉള്ളവർക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയൊന്നും എന്നെ വിചാരിക്കൊന്നും വേണ്ട. ഞാൻ എല്ലാം വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്.
എന്നെ പല ഭാഗത്തുനിന്ന് എന്നെ വിളിച്ചിട്ട് ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചിലർക്ക് ചില കുടുംബത്തിൽ തന്നെ പല തടസ്സങ്ങളുള്ളവരുണ്ട് ഇത് ചെയ്യുന്നതിനെതിരെ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറയുക, എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഞാൻ അന്നേരവും പറയുന്നത് പലതും നമ്മൾ തരണം ചെയ്ത് നിങ്ങൾ ബൾക്കായിട്ട് പൈസ ഒന്നും മുടക്കി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മാല നിങ്ങൾ സംതൃപ്തിയായിട്ട് ചെയ്ത് അങ്ങോട്ട് ഈ പറയുന്നില്ലേ, ഈ വിലക്കുമല്ലോ, ഓരോരുത്തർക്ക് ഭയങ്കര വിലക്കുകളൊക്കെ ഉണ്ട്. ഇതിന് മാത്രമല്ല കേട്ടോ, വീടിന് വെളിയിൽ ഇറങ്ങരുത്, ആരെടുത്തും സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും അവരുടെ കുടുംബത്തിൽ തന്നെ. ഹസ്ബൻഡും ഒക്കെ ആയിരിക്കും, എനിക്ക് അറിയില്ല ആരൊക്കെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ നമ്മൾ ഒരെണ്ണമെങ്കിലും ചെയ്ത് കാണിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവരുടെയൊക്കെ മനസ്സൊക്കെ അങ്ങ് മാറുമെന്നേ. ചുമ്മാ നിങ്ങളൊക്കെ ഇരുന്ന് അവരെ പേടിച്ച് ജീവിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനെ ക്യാമറമാനോട് കേട്ടോണം പറഞ്ഞില്ല. ഇത് പുള്ളിക്കൂടെ ഉള്ളൊരു വാണിംഗാണ് ഇല്ലേ. നമ്മൾ സ്ത്രീകളെ വേറെ അബലകളൊന്നുമല്ല അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. കൂടുതലായി കഴിഞ്ഞാലേ നമ്മളെ ഇടിച്ച് നൂത്തുകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കാണിച്ചോ. ഇതിൽ നിന്ന് 3 പീസ്. പിന്നെ നിങ്ങൾ ഈ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ 2 വലുതാണ്, ഒരു ഇച്ചിരി നമ്മൾ സംസാരത്തിലായിപ്പോയി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരെ മാറ്റി വെക്കണം. എന്തിനാണെന്നറിയാം, ഇത് ഒരു 12 പീസ് ആകുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിൽ ചെയ്യുക. എന്നിട്ട് 4 കൊണ്ട് ഒരു ഹോൾ വഴി കയറുക. അവിടെയാണ് ഈ 3 ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ. അടുത്ത അതേ സ്ഥലത്ത് അതിൻ്റെ മറു സൈഡിലായിട്ട് 3 കൂടി ഇട്ട് കൊടുക്കുക. ജ്വല്ലറി ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരുപാട് ശ്രദ്ധ വേണം. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ശ്രദ്ധയിലായിപ്പോയി കഴിഞ്ഞാൽ എനിക്കായാലും തെറ്റും നിങ്ങൾക്കായാലും തെറ്റും, ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ കൊടുത്തിരുന്ന് ചെയ്യുക. എന്നിട്ട് ഇതിനേതാണ്ട് മാക്സിമം നൂല് സൈഡ് ഇത്രയാക്കിയിട്ട് നിങ്ങൾ കെട്ടാൻ നോക്കുക. സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് കുറച്ച് നൂല് പോയാലും കുഴപ്പമില്ല, രണ്ടാമത് നമുക്ക് പൊരുത്ത് കയറാമല്ലോ. എന്നിട്ട് ഇതുപോലെ കെട്ടുക. വേണ്ട, ഇത് ചിറക് മാല എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇത് ഞാനിട്ടതാണ് കേട്ടോ. കാരണം ഇത് ഞാൻ മാത്രം ഉണ്ടാക്കി ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കെട്ട് കെട്ടിയല്ലോ, അടുത്ത കെട്ടും അതേ സ്ഥലത്ത് തന്നെ വരണം. ഇതിൻ്റെ ഈ മുത്തുകളൊക്കെ ഒന്ന് മാറ്റി വകുപ്പ് ഇത് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആ വകുപ്പിനകത്തൂടെ തന്നെ പോണേ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിറകാക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉണ്ട് 2 കെട്ട് കെട്ടിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പശയുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ മുനയുള്ള ഏതെങ്കിലും നല്ല നീളമുള്ള ഒരു കത്രിക എടുക്കുക. കണ്ട, ഇതിപ്പോൾ ചിറകായത് കണ്ട, ഇതിപ്പോൾ ഒരു വശം ആയതേ ഉള്ളേ. കണ്ട, ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത സൈഡ് ഈ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് വേറൊരു മോഡൽ മാല ചെയ്യാം. എങ്ങനെയെന്നറിയാമോ? മുത്തുണ്ടോ? ഇതാണ്ട് ഈ ക്രിസ്റ്റൽ ഒരു ഉദാഹരണം കാണിച്ചു തരുവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഇടുക. 6mm ഇട്ടാലും മതി, അല്ലെങ്കിൽ 4mm ആയാലും കുഴപ്പമില്ല. അതാ ഇങ്ങനെ ഇട്ട് മാല നിങ്ങൾക്ക് ചെയ്യാം. അല്ലണ്ടേ 6mm കൊടുക്കുക കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെയായാലും മാല നമുക്ക് ചെയ്തു പോകാം. കാണാമോ? 6mm ഇട്ടെങ്കിലേ കാണത്തുള്ളൂ. ഇതിപ്പം 3mm ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാക്കി ഒരു 2 ക്രിസ്റ്റലൂടെ ഇടയ്ക്കിട്ട് കൊടുത്തിട്ട് അടുത്ത ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് പോയാൽ നല്ലൊരു മാലയാവും. ക്രിസ്റ്റലിൻ്റെ സ്ഥാനത്ത് സൈഡിൽ എന്തായാലും ഈ 2 ക്രിസ്റ്റൽ വേണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ട്യൂബ് കിട്ടും. അങ്ങനെ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്നതൊക്കെ ഇതുപോലെ ഇടയ്ക്കിട്ട് കൊടുത്ത് പോയാൽ നന്നായിരിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ നന്നായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറച്ച് ഡിസൈനുകൾ കാണിച്ചു തരുമോ എന്നുള്ളത്. ഞാനങ്ങനെ ഡിസൈൻ കാണിച്ചു തരാനായിട്ട് ഇവിടെ ഒരുപാടൊന്നും ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ജ്വല്ലറി ഒന്നും ചെയ്തൊന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കാണിക്കുന്ന മാത്രമേ എൻ്റെ കയ്യിൽ കാണും. ചിലപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങിച്ചെടുത്തുകൊണ്ട് പോകാറുമുണ്ട്. അങ്ങനെയൊക്കെയാണ്.
എനിക്ക് ഷോപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഷോപ്പില്ല, ഞാനൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മറു സൈഡ് ഇതുപോലെ നമ്മൾ കെട്ടുകയാണ്. ഈ നൂലിൽ ഇച്ചിരി പശ കുറഞ്ഞെന്ന് തോന്നിയ ഉടൻ നിങ്ങൾ പശ തേച്ച് കൊടുക്കണം. അതിൻ്റെ ബലത്തിലാണ് ഇത് ചിറകുമാലയായിട്ട് ഇരിക്കുന്നത്. അല്ലാതെ കുഴഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇതങ്ങനെ വരില്ല കേട്ടോ. അതുകൂടെ ഓർമ്മയിരുന്നോണേ. നല്ല പശ ഈ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, ഇത്രയും മതി. അല്ല അവിടെ നിന്ന് മേളിൽ നിന്നേ തേക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് പാടായിരിക്കും. പശ തേച്ചത് കൊണ്ട് എനിക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, 2 കെട്ടിൻ്റെ ആവശ്യമുള്ളേ. ഈ നൂല് മാക്സിമം ചേർത്ത് തന്നെ കട്ട് ചെയ്യുക. ഉടനെ നിങ്ങളെടുത്ത് ഇങ്ങനെ പരത്തിയൊന്നും വെക്കല്ല. പരത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നൂല് പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ചിറകുമാല. നല്ല രസമല്ലേ? ഇത് സ്റ്റഡ് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സ്റ്റുഡൻസിന് കുറച്ച് ഐഡിയാസൊക്കെ ഉള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ കുറച്ച് പേരൊക്കെ എനിക്ക് ഓരോ ജ്വല്ലറിയൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ചിലരൊന്നും മിണ്ടാതിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു മന്ദത ഭാവിച്ചോ? മന്ദത വല്ലതും വന്നോ? പഠിക്കുക പിള്ളേരെ, നല്ലതായിട്ട് പഠിക്കുക അങ്ങോട്ട്. അപ്പം നമ്മൾ ഇതുപോലെ, ഞാനിപ്പോൾ ചോക്കറിന് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ 6 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് 6 അല്ല കുറച്ച് ഇവിടം വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്കാക്കി അതിൻ്റെ കണക്കുകൾ കൂട്ടിക്കൊടുത്ത് ചെയ്യുക. പിന്നെ ഞാൻ ഒരു എളുപ്പ വഴി കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലതായിട്ട് ചിറകുമാല ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പശയുണ്ടല്ലോ, ഈ പശ ഇതിൻ്റെ 2 സൈഡിലായിട്ട് കൊടുക്കണം. ഒത്തിരി അല്ല, അതാ ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ്, കല്ലിൻ്റെ സ്റ്റോൺ മറിച്ചിട്ടിട്ടാണ് കേട്ടോ. ഇത് രാത്രിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കാര്യം വെച്ചാൽ പകൽ ചെയ്തിട്ട് രാത്രിയിൽ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ട് ഇതിനെ പിന്നെ തൊടുകയേ ചെയ്യരുത്. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയേക്കുന്ന നൂലില്ലേ, അത് ടക്കനെ ഇങ്ങഴിഞ്ഞ് പോരും. അതിന് ഈസി ആയിട്ട് പോരാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് അങ്ങ് ഇട്ടേക്കാം. നേരം വിളക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റിഫായിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടി ചിറകനെയൊക്കെ നല്ല വിരിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതൊരു സീക്രട്ടാണ്, മെയിൻ സീക്രട്ടാണ്. ഇതെൻ്റെ സീക്രട്ട് വെളിയിൽ പോയി, ഇനി രക്ഷയില്ലേ മാലയ്ക്ക്. അതും ഇന്നത്തെ ജ്വല്ലറിയുടെ ഒരു ടിപ്പാണ്. അത് ഇതിൽ കൂട്ടിക്കോണം, മെയിൻ ടിപ്പാണ്. ഇപ്പം നമുക്ക് ഓരോ സമയം നമ്മൾ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ പശ ഇങ്ങനെ ഒഴിക്കുമ്പോഴല്ലോ, ആ പശയുടെ തുമ്പ് കൊണ്ടാലും അത് ശരിയാവില്ല. അതുകൊണ്ട് ഇച്ചിരി പൊക്കി വെച്ച് തന്നെ വേണം ഒഴിക്കാനായിട്ട്. ഒരുപാട് വാരിക്ക് ഒഴിക്കല്ലേ, അങ്ങനെ അനങ്ങാതെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ചോക്കറിന് ശരിക്കും ഞാൻ ഈ ചോക്കർ എൻ്റെ ഒരു 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഇവിടെ ഹോസ്റ്റലിൽ നിന്നൊരു കുട്ടി, ഞാൻ ഈ മാല മെറൂണി ഒരു വിഷുവിന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി എനിക്കൊരു ചോക്കർ ചെയ്തു തരുമെന്ന് വെച്ച്. ഇതാരും ചെയ്യാത്തൊരു സംഭവം, ഇതൊരു വെറൈറ്റി ആയിരിക്കും ചേച്ചി, എനിക്ക് ചെയ്തു തരുമെന്ന് വെച്ച്. പക്ഷേ ആ കൊച്ച് ഇവിടെ സമയം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. ഞാൻ ആ കാര്യം അങ്ങ് മറന്നും പോയി. പിന്നെ ഇപ്പം ഞാൻ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇപ്പോൾ ആ കുട്ടിയെ ഞാൻ സത്യത്തിൽ ഓർത്ത് പോവാണ്. അതിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇത് ഇരുന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി 6 പീസ് എങ്ങനെ ചേർക്കാമെന്നുള്ളതൂടെ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ സ്പ്രിങ് കട്ട് ചെയ്യാൻ പോവാണേ. ഇങ്ങനെ അമങ്ങിയിരിക്കുന്ന ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഒരു എൻഡി പിടിക്കുക, ഇങ്ങനെ ആക്കുക. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് പാടായിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ നോക്ക്. ഇത് കണ്ട, നമ്മളിങ്ങനെ ഇവിടുത്തെ ഈ എൻഡില്ലേ, ഈ എൻഡ് വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നാണ് കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ കൊണ്ട് ആരും കട്ട് ചെയ്ത് കളയില്ലേ. അറിയാൻ വയ്യ, അത് ഇവിടെ കൊണ്ട് ആരും കട്ട് ചെയ്യില്ലേ. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഇവിടെ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് അമർത്തണ്ടേ, അതുകൊണ്ടാണ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചിട്ട് പശ കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ഇത് വഴി ഇങ്ങനെ കയറ്റുക. സ്റ്റോൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തത് കൊടുക്കേണ്ടതും ഇങ്ങനെ തന്നെ കൊടുക്കുക. നമ്മുടെ വശത്തായിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ ആദ്യമേ തിരിച്ചാണ് കൊടുത്തെങ്കിൽ അതിനെയും തിരിച്ച് പിടിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക എന്നൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. ഇതിനെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത്, കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. ബെല്ലടിക്കണം. അടുത്ത സ്പ്രിങ് എടുക്കുക. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി അങ്ങോട്ട് വിട്ടുകളെ. അത് ലാസ്റ്റ് നമുക്ക് പശ കൊടുത്താലും മതി കേട്ടോ. കരച്ച ഇങ്ങനെ വകുപ്പൊക്കെ മാറ്റി കൊടുക്കണം നമുക്ക്. അപ്പോൾ ആദ്യമേ നിങ്ങൾ പശ ചേർത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും, നല്ല സ്റ്റിഫായിട്ടിരിക്കും. അതുകൊണ്ട് ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് മതി പശ കൊടുപ്പ്.
ഒരുപാട് മാലയുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പീസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നീളത്തിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ഒരു 10 പീസാക്കുമ്പോൾ മാറ്റി വയ്ക്കുക, അടുത്ത 10 പീസ് എടുത്ത് വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് 3 പീസ്, 3 3 6 പീസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് സ്പ്രിങ് കയറ്റിയിട്ട് അടുത്തതിനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു കണ്ടോ. അപ്പോൾ നമ്മൾ 6 പീസായിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്കർ മാല ഇത്രയും മതി നമുക്ക്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ മാലയും വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഫുൾ മാല കാണിക്കണോ? വേണ്ടല്ലോ. ആവശ്യമുള്ളവരൊക്കെ ഫുള്ളായിട്ട് അങ്ങ് ചെയ്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് ഗിയർ വയർ എടുക്കുകയാണ്. ഗിയർ വയർ ഇങ്ങനെ ഒടിഞ്ഞുമൊക്കെ ഇരിക്കുന്നെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളണം. അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കരുത്. ഗിയർ വയർ എടുക്കുമ്പോൾ നോക്കിക്കോണം, ഇത്രയും മതി. നമുക്ക് ഒത്തിരി വേണ്ടല്ലോ, എങ്കിലും കുറച്ച് കൂടുതലെടുത്തോ. കാരണം എപ്പോഴും കുറച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇച്ചിരി കൂടുതലെടുത്തോണ്ട് ഒരു കുഴപ്പമില്ല. അതെ, അടുത്ത വെട്ടിൻ്റെ ഇവിടം വരെ വന്ന് ഈ വെട്ടിലോട്ട് കയറ്റി വെച്ചിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാവും. അല്ലെന്നുണ്ടെങ്കിൽ ഗിയർ വയർ എല്ലാം മൊത്തം ഇങ്ങനെ അഴിഞ്ഞു പോരും. ഇങ്ങനെ കയറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ദാണ്ട് ഇതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ബാക്കി ഭാഗം അങ്ങ് കളയുക, അത്രയേ ഉള്ളൂ. ഈ ചോക്കർ മാല നിങ്ങൾ ചെയ്തോ, നല്ല ഡിമാൻഡായിരിക്കും. ഇവിടെ ഒരു 2 ഹോൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ 4 വശവും നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ എൻഡിൽ വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിനകത്തൂടാണ് ഞാൻ ഈ ഗിയർ വയർ കയറ്റി വിട്ടേക്കുന്നത് കണ്ടോ. എന്നിട്ട് അത് ഈക്വലായിട്ട് തന്നെ എടുക്കണേ. എന്തിനാണെന്നറിയാം, ഈ മുത്തുകൾ നമുക്ക് ഇടണ്ടേ. എനിക്കൊന്ന് പച്ചയേക്കാളിലും ഭയങ്കര ഭംഗി ചുവപ്പിനായിരിക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ 2 ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ മിഡിൽ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവരെയാണ് ഞാൻ ഇടുന്നത്, 2 ഹോളിന്. അപ്പോൾ ഒരു ഷൈനിങ്ങും ഉണ്ട്, 2 ഹോളും പിന്നെ മിഡിൽ പ്ലേറ്റും ആയി കഴിഞ്ഞു. ഇതിൻ്റെ പാദസരവും വളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിവിടെ തന്നെ ഇട്ട് കൊടുക്കുക കണ്ടോ, ഇങ്ങനെ വരും. അവരവരുടെ കഴുത്തിൻ്റെ അളവാണ് കണക്കാക്കി വേണം ബാക്കിലോട്ടുള്ള മുത്തിൻ്റെ കണക്കെടുക്കാൻ. അപ്പോൾ നമ്മൾ മാല ഫുൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന സമയം പോകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇതിനകത്തൊരു ഫസ്റ്റ് തെറ്റ് കാണിച്ചിരുന്നു, അത് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതായിരുന്നു. അതായത് നമ്മൾ ഈ 2 ഹോൾ ഇടുന്നതിന് മുൻപ് തന്നെ ഇവിടെ 2 ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കണമായിരുന്നു. അത് ഞാൻ ഇടാൻ മറന്നു പോയിരുന്നു. അതുകൊണ്ട് ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ 2 ഹോൾ ഇടാവൂ. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ വയർ കാണാൻ പറ്റും, ഈ ഗിയർ വയർ കാണും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ ഏത് കണക്കെടുത്തോ അതേ കണക്കായിരിക്കണം ഈ മറു സൈഡിലും വരേണ്ടത്. ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. അത് നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയമായിരിക്കും നമുക്കത് എന്തോ എവിടെയോ ഒരു ഫാൾട്ട് പറ്റിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ കാണികളൊന്നും മനസ്സിലാക്കില്ല, പക്ഷെ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ലോക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നോ, എൻ്റെ കണക്കൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ കണക്ക് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ 3 ക്രിസ്റ്റൽ ഫസ്റ്റ് ഇട്ടിട്ട് ഒരു 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം 5 വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ക്രിസ്റ്റൽ ഇട്ട് കൊടുത്ത് ആക്കുക. പിന്നെ ഇത് നമ്മൾ ലോക്ക് വരുമ്പോഴത്തേക്ക് ഞാനിപ്പം പ്രസ് ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. പ്രസ് ലോക്ക് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ, താഴെ വെച്ചുകൊണ്ട് മറന്നുപോയി. ഇതാണ് പ്രസ് ലോക്ക്. ഈ പ്രസ് ചെയ്തെടുക്കേണ്ടത് സംഭവമാണ് പ്രസ് ലോക്ക്. ഇത് പ്ലേറ്റഡ് ആണ്, ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എപ്പോഴും ബാക്ക് ആയതുകൊണ്ട്. ഇത് 2 ഹോളാണ്, അതായത് 2 ലെയറിന് വേണ്ടിയുള്ള പ്രസ് ലോക്കാണ്. ഇതൊക്കെ പോകെ നമുക്ക് ഒരുപാട് ലോക്കുകൾ വരുന്നുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. പിന്നെ അതാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ സാധാരണ മീഷോയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന ഈ ചോക്കർ മാലയ്ക്ക് അവർ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ഇത്രയേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ബീഡ്സ്. പകരം അവർ ത്രെഡാണ് കൊടുക്കുന്നത്. അതപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ലാഭം, നമുക്ക് നഷ്ടമെന്നല്ല, നമുക്ക് ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല, പോട്ടെ. എന്നിട്ട് അതിന് ചേടപ്പെട്ടി, അതായത് സമോസ എന്ന് പറയുന്നൊരു സംഭവമാണ് ഇവരിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചരട് ഇങ്ങനെ വലിക്കുകയും നീക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കറക്റ്റ് കണക്കാണെങ്കിൽ മാത്രമേ
ഈ പ്രസ് ലോക്ക് നിങ്ങൾ കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രെഡിൽ തന്നെ കൊടുക്കുക. ചേടപ്പെട്ടി സമോസ കൊടുത്ത് നോക്കുക, അതായിരിക്കും നല്ലത്. ഇത് നമ്മൾ കറക്റ്റ് നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്കെടുക്കാൻ പറ്റും. ഇത് ഇവിടുന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഈ വെളിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഓർഡർ തന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ സമോസയിലിട്ട്, അതായത് ചേടാപ്പെട്ടിയിലിട്ട് ത്രെഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. 20 മുത്താണെങ്കിൽ 20 മുത്ത്, 2 സൈഡ് 20 പണി തീർന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾക്ക് കഴുത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം കേട്ടോ, അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ. രാഖിയൊക്കെ കിട്ടുന്ന പോലെ തന്നെ സംഭവം കൊള്ളാം അല്ലേ, അടിപൊളി. അപ്പോൾ ഇനി നമ്മളിത് ലോക്ക് ചെയ്യാൻ പോവാണേ. പിന്നെ നമ്മുടെ ദീദി, എന്നെ ദീദി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, ഒരു കണ്ണൂക്കാരിയുണ്ട്. ദീദിക്കുട്ടി കണ്ടല്ലോ. അപ്പോൾ എന്നെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരി ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറയണേ, ഞാൻ വിചാരിച്ചു വല്ല ഹിന്ദിക്കാരായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, മലയാളി, തനി മലയാളി. അപ്പോൾ പറയുകയാണ്, ചേച്ചി എല്ലാവരും ചേച്ചിയെ ചേച്ചി എന്നൊക്കെയല്ലേ വിളിക്കാറുള്ളത്, അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദീദി എന്നാണ് പുള്ളിക്കാരി വിളിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും അതിനകത്ത് ഒരു ദീദിയെ. എന്നെ ദീദി എന്ന് വിളിക്കുന്ന എൻ്റെ അനിയത്തിക്കുട്ടി, ഒരു ഹായ്. അനിയത്തിക്കുട്ടിക്കും കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മോളൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം മെസ്സേജൊക്കെ നമ്മൾ കാണും, പക്ഷേ നമ്മൾക്ക് അപ്പോഴും മറുപടി തരാൻ പറ്റുന്നു വരില്ല. നമ്മൾ ഓരോരോ തിരക്കിലായിരിക്കും. എപ്പോഴായാലും നിങ്ങൾക്ക് അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരാതിരിക്കില്ല. മിക്കപ്പോഴും രാത്രിയിലൊക്കെ ഇരുന്നായിരിക്കും നമ്മൾ കാണുകയും നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ പകലൊന്നും നമുക്ക് കാണത്തില്ല. നിങ്ങളുടെ ഇടുന്ന എല്ലാ മെസ്സേജുകളും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴും നമുക്ക് മറുപടി പറ്റില്ലെന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഫസ്റ്റ് കമൻ്റ് ഇടാൻ മത്സരിക്കുന്ന ഒരു 5 പേരുണ്ട്, അതെനിക്കറിയാം. 5 പേരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. പിന്നെ ഇനിയും കൂടുമായിരിക്കും കമൻസിന് വേണ്ടി. അപ്പോൾ ഈ 5 പേര് മത്സരിച്ച് ഫസ്റ്റ് ഇടാൻ നോക്കുന്നത്, അതിലൊരാൾ കാണാതിരിക്കുമ്പോൾ വീഡിയോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി താമസിച്ച് പോയെന്നിരിക്കും. അപ്പോൾ പുള്ളിക്കാർ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒട്ടം കയറി വിളിക്കും, ഇന്നിടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കുറച്ച് താമസിക്കുന്നവർ ഭയങ്കര വിഷമമായിരിക്കും പുള്ളിക്കാർക്ക്. ഫസ്റ്റ് ഇടാൻ പറ്റത്തില്ല പുള്ളിക്കാർക്ക്. ഒരു ദിവസം ഇട്ടപ്പോൾ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു, ഞാനാണേ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ 5 പേരെന്നുള്ളവരെ ഇപ്പം നമുക്ക് ഗിവ് അവേ വരുന്നുണ്ടല്ലോ, അന്ന് ഞാൻ പറയാം ആരാണ് ഈ 5 പേരെന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഗിയർ വയറിലുള്ള ഗിയർ ലോക്ക് ഇടാൻ പോവാണ്. നോക്കിക്കോ, ഇതാണ് ഗിയർ വയറിൻ്റെ ഗിയർ ലോക്ക്. ഇത് ഗോൾഡാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഗോൾഡാണ് നമ്മൾ വയറും എടുത്തേക്കുന്നത്. സിൽവർ ആണെങ്കിൽ സിൽവർ കിട്ടും കേട്ടോ. ഓരോ ലോക്ക് ഇട്ടാലും മതി. 2 ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബലമായിരിക്കും, ഒരു വിശ്വാസം ഉണ്ടാവും നമുക്ക്. ഇതുപോലെ 2 ഇടുകയാണെങ്കിൽ കണ്ട, ഇത് ഞാൻ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം. ഇനിയിപ്പോൾ ഒരാൾ ഇനി വിഷമിക്കണ്ട. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പ്രസ് ലോക്ക് ഇരിക്കുന്നത്. എന്തായാലും എന്നും സമോസയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് പ്രസ് ലോക്കും പഠിക്കണമല്ലോ. ആദ്യത്തെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടങ്ങ് വയ്ക്കുക. തൽക്കാലം ഇങ്ങനെ ഇട്ടങ്ങ് ഒന്ന് സേഫാക്കി വയ്ക്കുക. അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഹോൾ വഴി കയറുക. ഇതിൻ്റെ എത്രയോ ലെയർ വരെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2-ൻ്റെയാണ്. അങ്ങനെ 5, 6, 10 ഇങ്ങനെയൊക്കെ കിട്ടും നമുക്ക്. അത് നമ്മൾ ഓരോ വർക്കിൻ്റെ അനുസരിച്ച് പോവും. ഉണ്ട്, ഇത്രയും സുരക്ഷിതമായി. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോകാം. ഈ മുത്ത് ഇവിടെ വെച്ചല്ല നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്, ഈ മുത്തിനകത്തോട്ട് കയറ്റണേ. ഇതാ കണ്ടോ, വലിക്കുന്ന കണ്ടോ. ഇത് വലിച്ച ഉടൻ തന്നെ കറക്റ്റ് ആയിക്കോളും. മുത്ത് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മളടുത്ത് ഇത് വെച്ചങ്ങ് വലിച്ചാൽ മതി. കണ്ടോ, കയറിയിരിക്കുന്ന കണ്ടോ. എന്നിട്ടാണ് നമ്മളിവിടെ, നിങ്ങളിത് ലോക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. എന്തെന്ന് പറയാം, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രസ്സും ചെയ്തു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് സേഫാക്കി വെക്കുക. ഇനി അടുത്തതാണ്, ഇതാണ്, ഇതിലേക്ക് പോവുകയാണ്.
ഇതിലേക്ക് ഇനി നമുക്ക് ഗിയർ ലോക്ക് ഇടാം. അതുകൊണ്ട് ഈ ഗോൾഡ് ഗിയർ ലോക്കിനകത്തൂടെ കയറി മുത്തിനകത്തൂടെ കയറുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ദോഷം എന്താണെന്നറിയോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ കൊള്ളും ഇത്. നിങ്ങൾക്ക് എത്ര മുത്തിനകത്തൂടെ വേണമെങ്കിലും കയറാം, ഒരു കുഴപ്പമില്ല. വലിക്കുന്ന ഇങ്ങനെ തന്നെ വലിച്ച് എടുക്കുക. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം ദാ ഇവരെയൊക്കെ പ്രസ് ചെയ്തോണം, എങ്കിലേ അത് ലോക്ക് ആകത്തുള്ളേ. ഇതിനെ ഇനി കട്ട് ചെയ്ത് മാറ്റാം. അകത്തോട്ട് ചേർത്ത് വെച്ച് കട്ട് ചെയ്തോണേ. എന്തായാലും ഇത് നമ്മുടെ ദേഹത്ത് കൊള്ളത്തില്ല, കാരണം ഇത് പുറമേ വരത്തുള്ളൂ. ഇത് എൻ്റെ ഗിയർ ലോക്ക് സൂക്ഷിക്കുന്ന ഡപ്പയാണ്. മൂക്കിപ്പൊടിയാണെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇട്ട് നോക്കട്ടെ, എൻ്റെ കഴുത്തിൻ്റെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ഇനി കഴുത്തിന് കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഒരളവും നോക്കാതെ എടുത്തതാണ്. ഞാൻ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക, ഈ ബൊമ്മയുടെ നെക്കിലൊന്ന് വെച്ച് കാണിക്കാൻ അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഒരു കണക്കും ഇല്ലാതാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ നമ്മൾ പിന്നെ വലിയ വലിയ വീഡിയോസ് മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. ഈ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് അറിയാൻ വയ്യാത്തൊരു കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ബിഗിനേഴ്സിനുള്ള വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. അതുമായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ അവർക്കും പഠിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഹെവി വർക്ക് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെറുതിന്ന് വരുന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഹെവി വർക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ വീഡിയോസുമായിട്ടും വരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ബിഗിനേഴ്സിനുള്ളതുകൂടെ കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആ കാര്യം അങ്ങ് ഞാൻ സത്യത്തിൽ ഞാൻ അത് മറന്നുപോയതാണ്. അതും വരുന്നതാണ്. നമുക്ക് തുടർന്ന് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ അതും മിക്സ് ചെയ്ത് നമുക്ക് കാണിച്ചു പോകാം. അപ്പം ഇതെല്ലാം പഠിച്ചവർക്കും ആഗ്രഹമുണ്ടാവും, അവർക്ക് വലിയ വീഡിയോസ് കാണണമെന്നുള്ളത്. അവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് പോകാം, അതല്ലേ നല്ലത്. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മമാരെ പറ്റി പറയാനുണ്ട്. അമ്മമാർ പിന്നെ വടകരയിലെ അമ്മയുണ്ട്, തൃശ്ശൂർ അമ്മയ്ക്കും ഗുരുവായൂരമ്മയ്ക്കും പിന്നെ കരുനാഗപ്പള്ളിയിലെ അമ്മയ്ക്ക് എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല സംസാരിക്കാറുണ്ട്, ഒരുപാട് സംസാരിക്കാറുണ്ട്. വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഗുരുവായൂരമ്മ ഭയങ്കരമാണ്, അമ്മ ഭയങ്കരമാണ്. കണ്ണാന്നാണ് വിളിക്കുന്നത്. നല്ല സ്നേഹമുള്ളൊരമ്മ. അപ്പോൾ അമ്മയ്ക്ക് എല്ലാ അമ്മമാർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പച്ച ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ പച്ചയാണോ ചുവപ്പാണോ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് പറയണേ കേട്ടോ. എന്നിട്ടത് കമൻസിൽ അറിയിക്കുകയൊക്കെ ചെയ്യണം. പല മോഡലിൽ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത്രയും ഞാൻ കാണിച്ച സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് ഐഡിയാസ് കൂടെ ഇതിൽ പ്രയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഇതിൻ്റെ ആണെങ്കിൽ ചുമപ്പിൻ്റെ ആണെങ്കിലും സെയിം കമ്മൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ ഒരു കമ്മൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നതാണ്. പിന്നെ വന്നിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വരാം, വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.